നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് ഇടവമാസത്തെ ഫലമാണ്, മാസഫലം. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 1 മുതൽ 31 വരെയും ഇംഗ്ലീഷ് വർഷം 2025 മെയ് 15 മുതൽ ജൂൺ 14 വരെയുമുള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴത്തിൻ്റെ സ്ഥിതി 3-ലാണ്. അപ്പോൾ 3-ൽ വേഴം വരുമ്പോൾ അത്ര ശുഭകരമല്ല. ദൈവാനുഗ്രഹം കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിന് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച മുടങ്ങാതെ ചെയ്യേണ്ടതാണ്. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ തന്നെ കടന്നു പോകാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് മറ്റൊരവസ്ഥയുള്ളത്, ഈ 7 ശനി കാലം ഉള്ള രാശിയാണ് മേടരാശി. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായമായ ആൾക്കാർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യത. പിന്നെ അല്ലാത്ത ആൾക്കാർക്കും ജലജന്യമായ അസുഖങ്ങൾ, സാധാരണ അസുഖങ്ങൾ, ചുമ, പനി, ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനും സാധ്യത. പിന്നെ കാല് സംബന്ധിച്ചുള്ള രോഗങ്ങളും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് പിന്നെ മറ്റൊരവസ്ഥയുണ്ട്. അതായത് ഈ സൂര്യൻ്റെ 2-ലുള്ള സ്ഥിതി, അതും അത്ര ശുഭകരമല്ല. നിങ്ങൾക്ക് 5-ാം ഭാവാധിപൻ ആയിട്ടുള്ള സൂര്യനാണ് 2-ൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയാലേ ഉദര സംബന്ധമായ രോഗങ്ങൾ ഒക്കെ സൂചിപ്പിക്കുന്നു. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. അപ്പോൾ മതിയായ ചികിത്സ തേടേണ്ടതാണ്. പിന്നെ കണ്ണ് സംബന്ധിച്ചുള്ള അസുഖങ്ങളും സൂചനയിൽ കാണുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു എങ്കിലും ദോഷം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ചോദിക്കും. എന്നാൽ അങ്ങനെയല്ല. ശുക്രൻ്റെ സ്ഥിതി വച്ചിട്ട് നമുക്ക് അനുകൂല ഫലം തന്നെ ഉണ്ട്. മെയ് 31 ശേഷം ശുക്രൻ, നിങ്ങളുടെ ധനാധിപനായ ശുക്രൻ, ധനാധിപനും നിവർത്തിസ്ഥാനപതിയുമായിട്ടുള്ള ശുക്രൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ നടക്കും. സ്ത്രീകൾ മുഖേനയുള്ള ഗുണഫലങ്ങളുമൊക്കെ നമുക്ക് ശ്രദ്ധിക്കും. ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ശുക്രൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിന്നെ ഈ ധനസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, അങ്ങനെയുള്ള അതായത് എഴുത്ത് പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിജയം കാണുന്നു. ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉറപ്പായിട്ട് സൂചിപ്പിക്കുന്നു. ഉദര സംബന്ധിച്ചൊക്കെ ഉള്ള അസുഖങ്ങൾ ഉണ്ടാകാം. ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളും സൂചനയിൽ കാണുന്നു. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ തുടക്കത്തിലെ ഡോക്ടറെ കാണുന്നതാണ് ഉചിതം. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് ശനിയാഴ്ച നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ നിങ്ങൾക്ക്
തോന്നുന്ന ഇഷ്ടവഴിപാട് ശനിദേവനെ സമർപ്പിക്കാം. പിന്നെ മഹാവിഷ്ണു പ്രീതികരമായ കാര്യവും ചെയ്യണം. അപ്പോൾ മേടരാശിക്കാർക്ക് പൊതുവേ അത്ര ശുഭകരമല്ല. ചെറിയ ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ശുക്രൻ്റെയും ബുധൻ്റെയും ആനുകൂല്യം നമുക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത് പറയുന്നത് ഇടവോണം. ഇടവരാശിക്കാർക്ക് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴസ്ഥിതി ധനസ്ഥാനത്താണ്. എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്നതായി കാണുന്നു. ധന പുരോഗതി, വിദ്യാവിജയം എന്ന് വേണ്ട ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശുഭകരമാകും. മംഗളകാര്യങ്ങൾ നടക്കും ഗ്രഹത്തിൽ. പിന്നെ പുതുതായി വീട് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വീട് പുതുക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായി കാണുന്നു. പിന്നെ ക്രയവിക്രയങ്ങൾ, പിന്നെ സ്വന്തമായി സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ശുഭകരമായി കാണുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാനൊക്കെ ഉള്ള താല്പര്യമുള്ളവർക്ക് അതും ശുഭകരമായി കാണുന്നു. പിന്നെ നമ്മൾ തൊഴിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും ഗവൺമെൻറ് സ്ഥലത്തിലായാലും ശമ്പള വർധനവ് സൂചിപ്പിക്കുന്നു. അപ്പോൾ പൊതുവേ ഇടവരാശിക്കാർക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകാൻ പോകുന്നു. അത് ഒരു അനുകൂലമായ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് അനുകൂലത്തിൽ പെട്ടെന്ന് വരുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങളുടെ രാശിയിലോട്ട് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ശനിദേവനെയും പ്രീതിപ്പെടുത്തേണ്ടതാണ്. ശനി ലാഭസ്ഥാനത്ത് നിന്നിട്ടാണ് ദൃഷ്ടി ചെയ്യുന്നത്. ദോഷം ചെയ്യത്തില്ല, എങ്കിലും ആ രാശിയിലോട് ദൃഷ്ടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഭവും ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതിനായി കൊണ്ട് ശനിദേവനെയും മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തുക. ഇനി അടുത്ത് പറയുന്നത് മിഥുനമാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യത്തെ 45 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ആ രാശിയിൽ നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. എല്ലാവിധമായ മംഗളകാര്യങ്ങളും നടക്കും. ധനവർദ്ധനവുണ്ടാകും. ദൈവാനുഗ്രഹം ഇറങ്ങുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകും. പ്രവൃത്തി വിജയം ഒക്കെ കാണുന്നു. വേഴത്തെ കൊണ്ടുള്ള ഫലം, വ്യാഴാഴ്ച ഇഷ്ട വഴിപാടുകൾ നടത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവിധമായ ഭാഗ്യവും തെളിയുന്നതാണ്. സന്താനം ഇല്ലാതിരുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് സന്താന ഭാഗ്യവും തെളിയുന്നു. അപ്പോൾ അതിന് മറ്റൊരു അവസ്ഥയും കൂടിയുണ്ട്. നിങ്ങളുടെ മിഥുന രാശിയിലോട്ട് ശനിയുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് സന്താന ഭാഗ്യത്തിനായിട്ട് ചികിത്സ തേടേണ്ടതായിട്ട് വരും. പിന്നെ ഇളയ സഹോദരങ്ങൾക്ക് അത്ര ശുഭകരമല്ല. പിന്നെ പിതാവിനോ പിതൃതുല്യവരായവർക്കോ അവർക്കും രോഗസാധ്യതകളൊക്കെ കാണുന്നു. അപ്പോൾ കൂടുതലും 70% വരെയും ശുഭഫലം തന്നെയാണ് മിഥുന രാശിക്കാർക്ക് ഉള്ളത്. പിതൃതുല്യവരായവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ ഇഷ്ട വഴിപാടുകൾ, ജലധാര ഒക്കെ നടത്തുന്നത് ഉചിതമാണ്. രോഗശമനമൊക്കെ ഉണ്ടാകും. ഇനി പറയുന്നത് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം മറയുന്നു. വേഴം 12-ലാണ്. അപ്പോൾ ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് വർധനവ് കാണുന്നു.
ധനപരമായ പാഴ് ചിലവുകൾ വരാതെ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, സന്താനങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും മറ്റ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും വരും. വേഴം 12 പോയാൽ അങ്ങനെ ആണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. പിന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ, ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും ഗവൺമെൻറ് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകുന്നു എന്നുകൂടി കാണുന്നു. വാഹനം ഓടിക്കുന്നത് വേഗത കുറയ്ക്കുക. പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാപരാജയം ഉണ്ടാകാതെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ജാഗ്രത ആയിരിക്കണം എന്നുള്ളതാണ്. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ കർക്കിടകക്കൂറുകാർക്ക് മറ്റൊരു അവസ്ഥയുണ്ട്. ഈ അഷ്ടമത്തിലോട്ടുള്ള ഈ രാഹുവിൻ്റെ പ്രവേശം അത് അത്ര ശുഭകരമല്ല. ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിന് മതിയായ ചികിത്സ തേടേണ്ടതാണ്, കാലതാമസം കൂടാതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദോഷം വരാനില്ല. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. പിന്നെ നാഗരാജ പ്രീതി അത് ചെയ്യുന്നത് ഉചിതമാണ് കർക്കിടക രാശിക്കാർക്ക്. നാഗർക്ക് ഇഷ്ട വഴിപാടുകൾ മാലിന്യത്തിന് മുടങ്ങാതെ ചെയ്യുക. നാഗരുടെ അവസ്ഥ കർക്കിടകക്കൂറുകാർക്ക് ഈ മാസഫലമാണ് പറയുന്നുവെങ്കിലും കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 1.5 വർഷത്തേക്ക് രാഹു അഷ്ടമത്തിലാണ്. അപ്പോൾ നാഗരാജ പ്രീതി ചെയ്തു പോവുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായിട്ട് ബാധിക്കാതെ നമുക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. പിന്നെ വേഴത്തിൻ്റെ ദൈവാനുഗ്രഹം കുറഞ്ഞുള്ള അവസ്ഥയും അത് സൂചിപ്പിക്കുന്നു. ഈ പ്രായമായ ആൾക്കാരാണെങ്കിൽ അവർ ഈ മധുരം ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. അപ്പോൾ അല്ലെങ്കിൽ രോഗം വർധനവുണ്ടാകുമെന്നാണ് കാണുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഭയപ്പെടേണ്ട. നമ്മുടെ ജാതകത്തിൽ ഈ കർക്കിടകക്കൂറ് യഥാർത്ഥത്തിൽ കർക്കിടകക്കൂറുകാർക്ക് നമ്മുടെ സ്വന്തം ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥാനത്താണെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങൾ വരാൻ സാധ്യതയില്ല, വലുതായിട്ട് വരില്ലെന്നാണ് കേട്ടോ. അപ്പോൾ വ്യാഴമൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ജാതകത്തിൽ വ്യാഴം അനിഷ്ട സ്ഥാനത്താണെങ്കിൽ മാത്രമേ ഭയക്കേണ്ടതായിട്ടുള്ളൂ. അതായത് 6, 8, 12 ആണ് നിൽക്കുന്നത്. അത് അറിയണമെങ്കിൽ നമ്മളൊരു ആസ്ട്രോളജറെ കാണേണ്ടതാണ്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇനി പറയുന്നത് ചിങ്ങക്കൂറാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മഹാഗുരു അഭിഷ്ടസ്ഥാനമായ 11 പ്രവേശിക്കുന്നു. അതൊരു ശുഭ അവസ്ഥയാണ്. 1 വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകാൻ പോകുന്നു. മംഗളകാര്യങ്ങൾ നടക്കും. ഗവൺമെൻറ് തല കാര്യങ്ങൾ, ഗവൺമെൻറ് ജോലി, ഉദ്യോഗം അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ജോലി ഒക്കെ കിട്ടുന്നതിനുള്ള സാഹചര്യം തെളിയുന്നു. അപ്പോൾ വേഴത്തെ കൊണ്ട് നമുക്ക് എല്ലാവിധമായ ഐശ്വര്യവും ചിങ്ങരാശിക്കാർക്ക് ഉണ്ട്. എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പറയേണ്ടതായിട്ടുണ്ട്. ആ രാശിയിൽ കേതുവിൻ്റെ പ്രവേശനം ഉണ്ട്. അപ്പോൾ കേതു രാശിയിൽ വന്നിട്ട് 7ാം ഭാവം, അത് ദാമ്പത്യസ്ഥാനം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഇണയുടെ സ്ഥാനം. അപ്പോൾ ഇവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യത ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചുണ്ട്. ദൈവാനുഗ്രഹം വേഴത്തെ കൊണ്ടുണ്ട്. എന്നിരുന്നാലും
ആ കേതു ആ രാശിയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം സൂചിപ്പിക്കുന്നു. അപ്പോൾ യാത്രകളും ശ്രദ്ധിക്കുക. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വേഗത കുറച്ച് ഓടിക്കുന്നത് ഉചിതമാണ്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നാഗരാജപ്രീതി ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ചിങ്ങരാശിയെ സംബന്ധിച്ച് ഈ ശനി അഷ്ടമത്തിലാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ രാഹുവിനെ കൊണ്ട് സൂചിപ്പിച്ചു എങ്കിലും ഈ ശനിയുടെ അവസ്ഥയും നല്ലതല്ല. അഷ്ടമത്തിൽ നിന്നിട്ട് ഉള്ള ദൃഷ്ടി നിങ്ങൾ എല്ലാവിധമായ കാര്യങ്ങളും ശ്രദ്ധിച്ചു പോകണം എന്ന് തന്നെയാണ് കാണുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ്. 2 ഗ്രഹങ്ങൾ ചിങ്ങരാശിയെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല, ശനിയും രാഹു കേതുക്കളും. അപ്പോൾ സൂക്ഷിക്കുക. ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞു. പക്ഷേ ദൈവാനുഗ്രഹമുണ്ട്, അതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങൾ വരാനില്ല. എന്നിരുന്നാലും പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടതാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഇനി അടുത്ത് പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് വ്യാഴം കർമ്മസ്ഥാനത്താണ്. അപ്പോൾ തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് മേഖലയിലായാലും, പ്രൈവറ്റ് മേഖലയായാലും ഗവൺമെൻറ് തലത്തിലായാലും ശരിയാ, തൊഴിൽ സ്ഥാനം മാറ്റം അല്ലെങ്കിൽ സ്ഥലം മാറ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ തൊഴിലിൽ കൂടുതൽ കൃത്യത പാലിക്കുക, കൂടുതൽ ശ്രദ്ധിച്ച് വേണം പോകാൻ എന്നാണ് പറയുന്നത്. യാത്രകളും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ 7-ലാണ് ശനി. അപ്പോൾ യാത്രകളും ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം വേഗത കുറച്ച് പോകാൻ ശ്രമിക്കുക. പിന്നെ ഈ കേതുവിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് കന്നിരാശിയെ സംബന്ധിച്ച് 12-നാണ്. കേതു 12-ൽ എന്ന് പറയുമ്പോൾ കാൽപാദത്തിന് ക്ഷതം സംഭവിക്കാൻ സാധ്യത. ഭയപ്പെടുന്നതല്ല, ഒരു കരുതൽ വേണം എന്നുള്ളതാണ്. പിന്നെ പിതാവിനോ പിതൃതുല്യവരായവർക്കോ രോഗസാധ്യത കാണുന്നു. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ജൂൺ 6-ന് ശേഷം കർമ്മ പുരോഗതിയും ധനപരമായ ഉയർച്ചയും ഒക്കെ തന്നെ കാണുന്നു. അപ്പോൾ കന്നിരാശിയെ സംബന്ധിച്ച് കൂടുതലും ദോഷമല്ല, ശുഭഫലങ്ങളും ഉണ്ട്. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകാൻ പോകുന്നു. മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അതായത് മംഗളകരമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വിദേശയാത്ര, വാഹനലബ്ധി, ക്രയവിക്രയങ്ങൾ, പിന്നെ വിവാഹം, ഭൂമിലാഭം, ഗവൺമെൻറ് ജോലി, അങ്ങനെ ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ ഭാഗ്യവും ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ സന്താനഭാഗ്യം, സന്താനം ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം തെളിയുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ സന്താനഭാവത്ത്, ആ സ്ഥാനത്ത്, അതായത് വയറിൻ്റെ സ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത്. അപ്പം നാഗരാജ പ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ സന്താനഭാഗ്യമൊക്കെ ഉറപ്പായിട്ട് കിട്ടും. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിലവിലുണ്ട്. ഇനി അടുത്ത് പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട. നിങ്ങൾക്ക് വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു. ദൈവാനുഗ്രഹം അല്പമങ്ങലാണ്. അപ്പോൾ അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക വ്യാഴാഴ്ച. പിന്നെ സന്താനങ്ങളുടെ കാര്യത്തിലും കൂടുതൽ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അവരുടെ പുരോഗതിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജാഗ്രതയായിട്ട് ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ
ചില നഷ്ടങ്ങളും സൂചിപ്പിക്കുന്നു. പിന്നെ കുടുംബ സമാധാനം, ആ സമാധാനം ഒക്കെ കിട്ടുന്നതിനായിക്കൊണ്ട് നിങ്ങൾക്ക് 4 കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിനെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നാഗരാജ പ്രീതി ചെയ്യേണ്ടതാണ്. പിന്നെ തൊഴിൽ തടസ്സവും കാണുന്നുണ്ട്. അപ്പോൾ അതിനായിക്കൊണ്ട് ആ തടസ്സം മാറുന്നതിനായിക്കൊണ്ട് നമ്മുടെ പ്രവൃത്തി സ്ഥാനപതിയും 5-ാം ഭാവാധിപനുമായിട്ടുള്ള ഗ്രഹം ആണ് വ്യാഴം. അത് അഷ്ടമത്തിൽ മറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്നുകൂടിയാണ് പറയുന്നത്. അപ്പോൾ തൊഴിലിൽ കൃത്യനിഷ്ഠ പാലിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ശുക്രനെ കൊണ്ടുള്ള ഗുണഫലം നമുക്ക് ഉണ്ട്. യാത്ര, അതായത് കുടുംബസമേതമുള്ള അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവർ അങ്ങനെ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യവും ശുക്രനെ കൊണ്ട് കാണുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. അപ്പോൾ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് കൂടുതലും ദോഷങ്ങളല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ പോകാൻ കഴിയും. ഇനി അടുത്ത് പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴത്തിഥി അനുകൂലമാണ്. വേഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. യാത്രാസ്ഥാനം, വിവാഹസ്ഥാനം, ദൈവീകമായ, അതായത് അങ്ങനെയുള്ള ഈ തീർത്ഥാടനം പോലെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുമെന്നാണ് കാണുന്നത്. അപ്പോൾ വേഴം 7-ൽ വരുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ കാലത്ത് ആഗ്രഹിച്ചു വച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകും. സന്താനങ്ങൾ ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം തെളിയുന്നു. ധന പുരോഗതി ഉണ്ടാകുന്നു. അങ്ങനെയുള്ള എല്ലാവിധമായ ഐശ്വര്യവും വേഴത്തെ കൊണ്ട് ധനുരാശിക്കാർക്ക് കിട്ടുന്നു. അത് ഒരു ഭാഗ്യ അനുഭവം തന്നെയാണ്. എന്നാൽ ശനിയെ കൊണ്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകളും സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് കണ്ടകശനികാലം നിലവിലുണ്ട്. നിങ്ങൾക്ക് ശനി കേന്ദ്രസ്ഥാനം 4-ലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ യാത്രാസ്ഥാനം, മാതൃസ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനം, ബന്ധുജനങ്ങളുടെ സ്ഥാനം എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില ക്ഷീണാവസ്ഥകൾ, മാതാവിനോ മാതൃതുല്യവരായവർക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മതിയായ ചികിത്സ തേടേണ്ടതാണ്. പിന്നെ യാത്രയും ഒക്കെ ഒരു ശ്രദ്ധ വേണമെന്നാണ്. വേഴത്തെ കൊണ്ടുള്ള ശുഭഫലം നമുക്കുണ്ട്. എന്നിരുന്നാലും ആ ശനി സൂചിപ്പിക്കുന്നു യാത്രകളും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് 12-ാം ഭാവാധിപൻ, 12ഉം 5ഉം ഭാവാധിപനായ ചൊവ്വ അഷ്ടമത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ജൂൺ 7 അഷ്ടമത്തിൽ നിന്ന് മാറുന്നതാണ്. എന്നാലും അതുവരെ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പറയുന്നു. യാത്രകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനായിക്കൊണ്ട് ആ ചൊവ്വയുടെ സ്ഥിതി അഷ്ടമത്തിൽ നിൽക്കുന്നതിന് പരിഹാരമായിട്ട് ദേവി പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. എന്നിരുന്നാലും ചൊവ്വയുടെ നിൽപ്പ് വച്ചിട്ട് ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ഇഷ്ട വഴിപാടുകൾ ചെയ്യുന്നതും ഉചിതമാണ്.
അപ്പോൾ ശുക്രൻ നിങ്ങൾക്ക് ധനുരാശിയെ സംബന്ധിച്ച് ശുക്രൻ യാത്രാസ്ഥാനത്ത് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ യാത്രകൾ നന്നായി വരും എന്നും കാണുന്നു. അപ്പോൾ പൊതുവെ 70% വരെ നല്ല ഫലങ്ങളാണ് ധനുരാശിക്കാർക്ക് ഉള്ളത്. ഇതിൽ പരിഹാരം ചെയ്യേണ്ടതായിട്ടുള്ളത് ശനിദേവനാണ്. പിന്നെ സുബ്രഹ്മണ്യസ്വാമിക്ക്. അപ്പോൾ ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്തു പോയാൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ കടന്നു പോകാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാന 45 നാഴിക, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വ്യാഴം 6-ൽ മറഞ്ഞു. 6 എന്ന് പറയുമ്പോൾ രോഗം, ശത്രു, കടം എന്നിവയൊക്കെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ശ്രദ്ധാപൂർവം പോകണമെന്നാണ്. അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടാനോ ഒക്കെയുള്ള അവസ്ഥകളും ആ വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവാധീനം മറയുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നങ്ങളൊക്കെ തലപൊക്കുന്നത്. നേരത്തെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും തലപൊക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തു പോവുക. പിന്നെ മറ്റൊരവസ്ഥയുണ്ട് മകരക്കൂറുകാർക്ക്. നിങ്ങൾക്ക് ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി സ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്ത് രാഹു നിൽക്കുന്നു. നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത ഒക്കെ തന്നെ ശ്രദ്ധിച്ച് തന്നെ പോകണം എന്നാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ അതായത് മോശ സ്വഭാവങ്ങൾ, ദുർശീലങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കുന്നതായിട്ടും കാണുന്നു. അപ്പോൾ അതെല്ലാം ഒരു കരുതലോടെ പോകണമെന്നാണ്. അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിക്കുക എന്നാണ്. അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ആശുപത്രിവാസം ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ഒരു കരുതൽ വേണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സംസാരം നന്നാക്കുക. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അവർക്ക് നീരസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ മകരരാശിക്കാർക്ക് വലിയ കുഴപ്പമില്ലാതെ അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. ഇതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് മഹാവിഷ്ണു പ്രീതി, നാഗരാജ പ്രീതി ഒക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു. അഷ്ടമം എന്ന് പറയുമ്പോൾ ആയുസ്സിൻ്റെ സ്ഥാനം. അപ്പോൾ ഈ ഭാരമൊക്കെ എടുക്കുന്നത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇടുപ്പ് സംബന്ധിച്ചുള്ള, ഞരമ്പ് സംബന്ധിച്ചുള്ള അസുഖങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ഭയപ്പെടുത്താൻ പറയുന്നതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു. അപ്പോൾ ആ അഷ്ടമത്തിലുള്ള കേതുവിനെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ മഹാഗണപതി ഹോമം, രണ്ടാമതായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ ഇഷ്ടവഴിപാടുകൾ ചെയ്യുക. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മഹാഗുരു നിങ്ങളുടെ ആഗ്രഹസ്ഥാനത്ത് വരുന്നു. എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. സന്താനഭാഗ്യം, സന്താനം ഇല്ലാതിരുന്ന ആൾക്കാർക്ക് സന്താനഭാഗ്യം തെളിയുന്നു. എന്ന് വേണ്ട, ഭൗതികമായി നമുക്ക് നേരത്തെ ചിന്തിച്ചിട്ട് നടക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും സഫലമാകും എന്നാണ് ഈ വേഴം 5-ൽ നിന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. യാത്ര സഫലമാകും. പിന്നെ ഗ്രഹം നിർമ്മാണമോ ഗ്രഹം പുതുക്കലോ, പിന്നെ വാഹനലബ്ധി, പിന്നെ ക്രയവിക്രയങ്ങൾ, എല്ലാവിധമായ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ മംഗളകരമായ കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ,
പിന്നെ ധനവർദ്ധനവ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധമായ ഭാഗ്യങ്ങളും ഈ കുംഭരാശിക്കാർക്ക് ഉണ്ടാകുന്നു. ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അനുഭവത്തിലോട്ട് വരുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യുന്നത് ഉത്തമമാണ്. പിന്നെ ആ രാശിയിൽ നിൽക്കുന്ന രാഹു, അപ്പോൾ അത് ഒരു ഘടകമാണ്. രാഹുവിനെ ചെയ്യേണ്ട വഴിപാടുകൾ ആയില്യത്തിന് മുടങ്ങാതെ ചെയ്യുന്നതും നല്ലതാണ്. വലിയ ദോഷം ഇല്ല. രാഹു അവിടെ നിൽക്കുന്നുവെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി ആണ് നിൽക്കുന്നത്. ദോഷം വരാനായിട്ടില്ല. എന്നാലും നാഗരാജ പ്രീതി കൂടി ചെയ്താൽ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് 2-ൽ നിൽക്കുന്ന ശനി, 2 പറയുമ്പോൾ നമ്മൾ വാക്ക്, വിദ്യ, പ്രവൃത്തിയാണ്. അപ്പോൾ ഏത് കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. പക്വതയില്ലാതെ പെരുമാറരുത് എന്നുകൂടി പറയും. ദൈവാനുഗ്രഹമുണ്ട്, വേഴത്തെക്കൊണ്ട് നമുക്ക് എല്ലാ ഭാഗ്യമുണ്ട്. എന്നിരുന്നാലും ആ ശനി സൂചിപ്പിക്കുന്നു പക്വതയില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടി ധനനഷ്ടം ഉണ്ടാക്കരുത് എന്നുകൂടി പറയുന്നു. പിന്നെ ജലജന്യമായ അസുഖങ്ങൾ, അത് അവശ്യത അല്ലെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശനിപ്രീതികരമായ കാര്യം കൂടി ചെയ്തു പോകണം കുംഭരാശിക്കാർ. അപ്പോൾ ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് വ്യാഴം സുഖസ്ഥാനത്താണ്. അത് ഒരു ഭാഗ്യം തന്നെയാണ്. സുഖം സ്ഥാനം, വാഹനസ്ഥാനം, മാതൃസ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനം, ബന്ധുജനങ്ങളുടെ സ്ഥാനം എന്ന് പറയും. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ലതാണ്. വ്യാഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് ശ്രദ്ധിക്കും. ഗ്രഹം നിർമ്മാണമോ ഗ്രഹം മോടി പിടിപ്പിക്കലോ ഒക്കെ തന്നെ ഉണ്ടാകും. പിന്നെ വാഹനലബ്ധി, പിന്നെ ക്രയവിക്രയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യാഴത്തെ കൊണ്ട് ഉണ്ട് എന്ന് വ്യാഴം സൂചിപ്പിക്കുന്നു. എന്നാൽ ശനി മറ്റൊരു അവസ്ഥയും കൂടി സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ശനി ജന്മരാശിയിലാണ്. അത് ചില ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. ജലജന്യമായ അസുഖങ്ങൾ, പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ശനി പ്രീതികരമായ കാര്യം കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ആ ദോഷം വരാനായിട്ടില്ല. പിന്നെ ശുക്രൻ്റെ സ്ഥിതി, നിങ്ങളുടെ നിലവിൽ ആ രാശിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് നല്ല അനുഭവം തന്നെ കിട്ടുന്നു. എന്നാൽ മെയ് 31 ശേഷം നിങ്ങളുടെ 2-ാം ഭാവത്തിലോട്ട് ധനസ്ഥാനത്തോട്ട് പോകുന്നു. അതും ശുഭഫലമായി കാണാം. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, വേഴപ്രീതി, പിന്നെ ശനിപ്രീതി. പിന്നെ ഈ രാഹുവിൻ്റെ പ്രവേശനം 12-ലോട്ടാണ്. അപ്പോൾ കാൽപാദം സംബന്ധിച്ചൊക്കെയുള്ള ക്ഷീണാവസ്ഥകളും കാണുന്നു. അതിന് നാഗരാജ പ്രീതി ചെയ്തു പോവുക. പിന്നെ ശനിപ്രീതി. അപ്പോൾ ഈ 12 രാശികളിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അത് നമ്മുടെ ഇപ്പോഴത്തെ ദശ, അപഹാരം, ഛിദ്രം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളാകാം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ
ഒരു ആസ്ട്രോളജറെ കാണുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മോശം ഫലം പറഞ്ഞിട്ടുള്ള രാശിക്കാർ, അവർക്ക് ഈ വേഴം അനിഷ്ടമായിട്ടൊക്കെ നിൽക്കുന്നുവെങ്കിൽ മാത്രമേ ആ ദോഷം ഫലം അനുഭവത്തിൽ വരൂ. യഥാർത്ഥ ജാതകത്തിൽ അല്ലെങ്കിൽ ദോഷഫലം കുറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും, ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധിയും, വിവാഹാദി കാര്യങ്ങളും, വിദേശയാത്രയും, ക്രയവിക്രയങ്ങളും, എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.